തിരുവനന്തപുരം ജില്ലയിലെ വഞ്ചിയൂരിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ അത്തിയറമഠം ദേവീ ക്ഷേത്രം. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഈ 2003 മുതൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രം ഒരു 400 വർഷത്തെ പഴക്കം ഉണ്ടായിരിക്കും. ഈ ദേവീക്ഷേത്രം, ഈ അത്തിയറമഠം ദേവീക്ഷേത്രത്തിൽ കുറച്ച് കാരണവന്മാരുണ്ടായിരുന്നു. അത് മാറി വന്നിട്ട് ഇപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് പ്രവർത്തനം നടക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രവർത്തനവും ഭക്തജനങ്ങൾ കൂടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കണ്ടുവരുന്നത്. തൃക്കാർത്തിക നാളിലാണ് ദേവിയുടെ ബർത്ത്ഡേയും. ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. തൃക്കാർത്തിക നാളിൽ, വൃശ്ചിക മാസത്തെ തൃക്കാർത്തിക നാളിൽ പൊങ്കാല അർപ്പിക്കാനായിട്ട് 100 കണക്കിന് അമ്മമാരിവിടെ എത്തുകയും വളരെ ഭംഗിയായിട്ട് പൊങ്കാല നടത്തി അവർക്ക് തൃപ്തിയടഞ്ഞ് പോകുന്നതാണ്. വളരെ ഭക്തിയോടുകൂടിയാണ് അവരെല്ലാവരും വ്രതമെടുത്ത് ഇവിടെ വന്ന് ആറ്റുകാലമ്മയുടെ അവിടെ പോകുന്നത് പോലെ തന്നെ വ്രതമെടുത്ത് ഈ അത്തിയറമഠ അമ്മയ്ക്ക് മുന്നിൽ വന്ന് ഈ പൊങ്കാല അർപ്പിക്കുന്നു. ഈ ദിവസമാണ് ഇന്നിതാ ഇവിടെ പൊങ്കാല അർപ്പിക്കാനായിട്ട് 100 കണക്കിന് വനിതകൾ, ഈ പ്രദേശത്തുള്ളവർ, ഓരോ വർഷം കഴിയും തോറും തന്നെ ഇത് പൊങ്കാല അർപ്പിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ 8 ദിവസവും നമ്മുടെ പല കലാകാരന്മാർക്കും ഇവിടെ വന്ന് അമ്മയുടെ മുമ്പേ അവരുടെ പെർഫോമൻസ് നടത്തുവാനായിട്ട് ഉള്ള എല്ലാ പ്ലാറ്റ്ഫോമും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ വികസന പ്രവർത്തനത്തിലായാലും ശരി തന്നെ ഈ കേരളത്തിൽ ഇപ്പം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കണ്ടുവരുന്നത് പലരും പറഞ്ഞറിവുള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അതിഗംഭീരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ തന്നെ നമുക്ക് ശക്തിയും ഊർജവും തരുന്നത് ഈ ദേവി തന്നെയാണ്. ഈ അമ്മയുടെ മുമ്പേ വന്ന് തൊഴുത് പറയുന്നവരെ എല്ലാവരെയും തന്നെ അമ്മ രക്ഷപ്പെടുത്തി നല്ല നിലയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ ഭക്തജനങ്ങളുടെയും അവരുടെ അനുഭവത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ വികസനം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഈ ട്രസ്റ്റ്. കോവളം TN സുരേഷ് നേതൃത്വം നൽകുന്ന, അതുപോലെ തന്നെ ലതാ ടിമ്പേഴ്സ് ഓണർ രാജേന്ദ്രകുമാർ, ഇവരൊക്കെ തന്നെ നേതൃത്വം നൽകുന്ന ഈ ഒരു കമ്മിറ്റി അത് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ജനങ്ങൾക്കെല്ലാവർക്കും തന്നെ ഇവിടെയുള്ള പ്രദേശത്തുള്ളതും വിദേശത്തുള്ളതുമായിട്ടുള്ള അനേകം വ്യക്തികൾ ഈ ക്ഷേത്രത്തിൻ്റെ പല കാര്യങ്ങൾക്കും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്നുണ്ട്. അതെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇത് കൂടുതൽ പറയുന്നതിനായിട്ട് നമ്മുടെ വനിതാ സമിതി, മാതൃസമിതി തന്നെ, ഇവിടെ പല സമിതികളുണ്ട്.
ആണുങ്ങളുടെ മാത്രമല്ല, കുട്ടികളുടെ ആയിരുന്നാലും ശരി, മാതാക്കളെ ആയിരുന്നാലും ശരി, മാതൃസമിതിയുടെ രക്ഷാധികാരിയായ ലതിക ശശികുമാർ അവർക്ക് പറയാനുള്ളതും കൂടി നിങ്ങൾ കേൾക്കണം. ഞാൻ ലതിക ശശികുമാർ, അത്തിയറമഠം ദേവീ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഏക വനിതാ മെമ്പറാണ്. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. മാതൃസമിതിയുടെ രക്ഷാധികാരിയാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനെങ്കിൽ ധാരാളം പറയാനുണ്ട്. നമ്മുടെ കൃഷ്ണകുമാർ കൂടുതലും പറഞ്ഞു കഴിഞ്ഞ്, ഈ വർഷത്തിൽ ഓരോ വർഷങ്ങളിലും ഓരോ പുതിയ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നു. അതെല്ലാം നല്ല ഉയർച്ചയിലോട്ടാണ് പോകുന്നത്. ഇവിടെ അൻപൊലി എന്ന് പറയുന്ന 5 പറയിടിയിൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് കൊണ്ടുവന്നു. അതൊക്കെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. എല്ലാ ആൾക്കാർക്കും പരിപൂർണ്ണ വിശ്വാസമാണ്. വിവാഹ തടസ്സം, വിവാഹ തടസ്സം, സന്തതികളുടെ കാര്യത്തിന്, അങ്ങനെ ഓരോന്നിനും ആൾക്കാർ എന്ത് പ്രാർത്ഥന നടത്തിയാലും ദേവി അതിനെല്ലാം നല്ല ഒരു ശക്തിയും അവർക്ക് ധൈര്യവും അവർക്ക് അതിനുള്ള എല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസം കൂടി വരികയാണ്. ഭാവിയിൽ നമ്മുടെ ദേവി ഈ ചുറ്റുപാടുമുള്ള ഒരു ആൾക്കാർക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ദേവി വരുത്തുന്നില്ല. എല്ലാവരും ഉയരങ്ങളിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര ഭക്തിയും ബഹുമാനവും എല്ലാം ഉണ്ട്. ദേവി തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ഉത്സവ ദിനങ്ങളിലെ അൻപൊലി എന്ന പറയിടിയിൽ. മഞ്ഞൾ, നെല്ല്, അരി, പഞ്ചസാര, ശർക്കര ഇങ്ങനെ 5 സാധനങ്ങൾ 5 പറയിൽ നിറച്ചാണ് അൻപൊലി നടത്തുന്നത്. ഓരോന്നും ഓരോ കാര്യത്തിനായി പ്രാർത്ഥിച്ച് പറ നിറയ്ക്കുന്നു. മഞ്ഞൾ പറ മംഗല്യ തടസ്സത്തിനും സന്താന ലബ്ധിക്കും വേണ്ടിയും, അരിപ്പറ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയും, നെൽപ്പറ കുടുംബ ഭദ്രതയ്ക്കും, ശർക്കരപ്പറ രോഗമുക്തിക്കും, പഞ്ചസാരപ്പറ ധനാഗമനത്തിനും സമ്പത്തിനും വേണ്ടിയും ആണ്. ഭക്തജനങ്ങൾ ഈ വഴിപാട് ഉത്സവ ദിനങ്ങളിൽ നിറച്ചു പോകാറുണ്ട്. എല്ലാ പദ്ധതികളും ഉടനെ തന്നെ ഇതിൽ നിന്നും കൈമാറി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ശ്രീ അത്തിയറ മഠം ദേവിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.